നമ്മൾ ഇന്ന് നമ്മുടെ അമ്പലത്തിലെ പ്രധാനപ്പെട്ട ഉത്സവം കവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. കേരളത്തിലെ അപൂർവം ക്ഷേത്രങ്ങളിൽ മാത്രം നടക്കുന്ന ഒരു ചടങ്ങുണ്ട്, തീയാട്ടം എന്നാണ്. അപ്പൊ തീയാട്ട് മുടിയേറ്റിന് അനുബന്ധമായിട്ട് നടക്കുന്ന ഒരു ചടങ്ങാണ്. അപ്പൊ കേരളത്തിൽ തന്നെ വളരെ ചുരുക്കം ഭദ്രകാളി ക്ഷേത്രങ്ങളിലാണ് തീയാട്ട് നടക്കുന്നത്. അപ്പൊ ഇന്ന് കൂട്ടുമേൽ കുലശേഖരമംഗലം കൂട്ടുമേൽ ഭദ്രകാളി ക്ഷേത്രത്തിലാണ് നമ്മളുള്ളത്. ഇരട്ടക്കളം തീയാട്ടാണ് നടക്കുന്നത്. തീയാട്ട് രണ്ട് വിധത്തിൽ നടക്കും. ഇരട്ടക്കളം ഉണ്ട്, ഒറ്റക്കളമായിട്ട് സാധാരണ തീയാട്ടും ഉണ്ട്. അപ്പൊ നമുക്ക് തീയാട്ടിന്റെ കൂടുതൽ വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ വീഡിയോസിൽ കൂടി കാണാം. അപ്പോൾ കൂട്ടുമേലമ്മയുടെ മൂലസ്ഥാനം എന്ന് നമ്മൾ കണക്കാക്കുന്നത് പുതുക്കുളങ്ങരയിൽ ഇരിക്കുന്ന ഒരു ആൽത്തറയിലാണ് ദേവിയുടെ മൂലസ്ഥാനം എന്നാണ് കരുതുന്നത്. അപ്പൊ അവിടുന്ന് ദേവിയെ താലപ്പൊലികളൊക്കെ ആയിട്ട് എതിരേറ്റുകൊണ്ട് ഇവിടെ വരിക ചെയ്യുന്നത്. അപ്പൊ അതിനു വേണ്ടിയിട്ട് ആദ്യം അമ്പലത്തിൽ നിന്ന് ദേവിയുടെ തിടമ്പൊക്കെ ആയിട്ട് എല്ലാവരും മൂലസ്ഥാനത്തേക്ക് പോകും. അങ്ങനെ പുതുക്കുളങ്ങരയിൽ ചെന്ന് അവിടെ കുറച്ച് പൂജകളൊക്കെ കഴിഞ്ഞ് അവിടുന്ന് താലപ്പൊലി ആയിട്ടാണ് നമ്മൾ അമ്പലത്തിലേക്ക് വരുന്നത്. അങ്ങനെ അമ്പലത്തിൽ വന്ന് അമ്പലത്തിന്റെ പുറത്ത് 3 വലം വെക്കും. അതിനുശേഷം അമ്പലത്തിന്റെ അകത്ത് 3 വലം വെച്ച് താലം സമർപ്പിച്ചു കഴിഞ്ഞിട്ടാണ് പിന്നെ തീയാട്ടിന്റെ പ്രധാന ചടങ്ങുകളിലേക്ക് കടക്കുന്നത്. തീയാട്ടിന്റെ മുമ്പായിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു ചടങ്ങാണ് കളം വരയ്ക്കുക എന്നുള്ളത്. അപ്പോൾ കളം നമ്മൾ കറുത്ത പശ്ചാത്തലത്തിലാണ് തീയാട്ടിന്റെ കളം വരയ്ക്കുക. അപ്പോൾ 5 നിറത്തിലുള്ള പൊടികളാണ് ഉപയോഗിക്കുക. 5 നിറത്തിലുള്ള പൊടി ഉപയോഗിക്കുന്ന എല്ലാം തന്നെ വളരെ നാച്ചുറൽ ആയിട്ടുള്ള ജൈവ പദാർത്ഥങ്ങൾ ഉപയോഗിച്ചിട്ടുള്ള പൊടികളാണ് എല്ലാം തന്നെ. അതിൽ കറുത്ത പശ്ചാത്തലം ഒരുക്കുന്നതിന് വേണ്ടി കരിപ്പൊടിയാണ് ഉപയോഗിക്കുക. 4 കൈകളോട് കൂടിയത്, 8 കൈകളോട് കൂടിയത്, അങ്ങനെ പല ഭാവത്തിലുള്ള രൂപങ്ങളാണ്. ഈ കൈകളിലൊക്കെ ആയുധമേന്തി ഒരു കയ്യിൽ ദാരികന്റെ ശിരസ് ഉണ്ടാവും. അങ്ങനെ ഉള്ള ദേവിയുടെ രൂപമാണ് വരയ്ക്കുന്നത്. തീയാട്ടുണ്ണിമാർ എന്ന് പറയുന്ന ഒരു സമുദായമാണ് തീയാട്ട് അവതരിപ്പിക്കുന്നത്. അത് അവരുടെ ഒരു കുലത്തൊഴിലായി അവർക്ക് കിട്ടിയൊരു അവകാശമായിട്ട് അവരെ പിന്തുടർന്ന് പോരുന്ന ഒരു കാര്യമാണ് തീയാട്ട് അവതരിപ്പിക്കുന്നത്. ഇപ്പോൾ നമ്മൾ വടക്കൻ കേരളത്തിലേക്കൊക്കെ പോയാൽ തെയ്യം കെട്ടുന്നതിനൊരു പ്രത്യേക സമുദായക്കാർക്ക് ചില അവകാശങ്ങളുണ്ട്. അതുപോലെ തന്നെയാണ് തീയാട്ടുണ്ണിമാരാണ് നമ്മുടെ മധ്യ കേരളത്തിൽ ഈ തീയാട്ട് അവതരിപ്പിക്കുന്നത്. അപ്പോൾ തീയാട്ടുണ്ണിമാർക്ക് തന്നെ കളമെഴുത്തിൽ നല്ല വൈദഗ്ധ്യം ഉള്ളവരാണ്. അതുകൂടാതെ കളം എഴുതുന്ന മറ്റാളുകളും ഉണ്ട്. അപ്പോൾ കളത്തിൻ്റെ എത്രത്തോളം ഗംഭീരമായിട്ടുള്ള കളമാണോ അതനുസരിച്ച് കൂടുതൽ ആളുകൾ കൂടിയാണ് കളം വരയ്ക്കുക. അപ്പോൾ ഇരട്ടക്കളത്തിന് മുമ്പ് ഞാൻ പറഞ്ഞതുപോലെ 2 കളം ചേർന്നിട്ടാണ് ഇരട്ടക്കളം തീയാട്ട് വരുന്നത്. അപ്പം ഒരേ സ്ഥലത്ത് തന്നെ 2 മുഴുവൻ കളവും വരയ്ക്കും. മേൽശാന്തി ഈ കളം പൂജിക്കും. കളം പൂജിച്ചതിന് ശേഷം തീയാട്ടുണ്ണിമാര് ഇതിൽ ആരതി ഒഴിഞ്ഞ് അന്നത്തെ ഭക്തന്മാരെയൊക്കെ അനുഗ്രഹിച്ച് ആരതി ഒഴിഞ്ഞ് കളം പൂജ എന്ന് പറഞ്ഞൊരു ചടങ്ങുണ്ട്. കളം പൂജയ്ക്ക് ശേഷം ആരതി ഒഴിയുന്ന തട്ടിൽ തീയാട്ടുണ്ണിക്കുള്ള ദക്ഷിണ വയ്ക്കും. അപ്പം നമ്മൾ താലപ്പൊലിയായിട്ട് വന്ന് താലപ്പൊലി അവിടെ സമർപ്പിച്ചതിന് ശേഷം ഈ മുൻപേ വരച്ച് വെച്ചിരുന്ന കളം, ആ കളത്തിൻ്റെ കളം പൂജയൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ ആ കളം തീയാട്ടുണ്ണി പൂക്കുല ഉപയോഗിച്ചിട്ട് മായ്ക്കും. അപ്പോൾ വായ്ക്കുരവയുടെയൊക്കെ അകമ്പടിയോടുകൂടി നല്ലൊരു ഭയങ്കര ഒരു ഭക്തിസാന്ദ്രമായ ഒരു അന്തരീക്ഷം, ഭയങ്കര ഡിവൈനായ ഒരു അന്തരീക്ഷമാണ്. അപ്പോൾ കളം വായ്ക്കുരവയുടെ അകമ്പടിയോടുകൂടി കളം മായ്ച്ച് ആ കളം വരച്ചിട്ടുള്ള 5 നിറത്തിലുള്ള പൊടികളൊക്കെ ഒരുമിച്ചാക്കി അത് ഭക്തർക്ക് പ്രസാദമായിട്ട് കൊടുക്കും. ഈ പൊടി നെറ്റിയിൽ തൊടും. അതുപോലെ തന്നെ നമ്മൾ ഈ ഭക്ഷ്യവിളകൾക്കൊക്കെ വിളവ് കൂടുതൽ കിട്ടാൻ വേണ്ടി നമ്മൾ പച്ചക്കറി തോട്ടത്തിലൊക്കെ ആളുകൾ ഇട്ട് കാണുന്നുണ്ട്. അതിൻ്റെ പിന്നിലുള്ള കൂടുതൽ കാര്യങ്ങൾ, ശാസ്ത്രീയമായ എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ എന്നൊന്നും നമുക്കറിയില്ല. പക്ഷേ നമ്മുടെ വീട്ടിലൊക്കെ അമ്മമാർ കൊണ്ടുവന്ന് ഇത് ഇടാറുണ്ട്. ഇപ്പോൾ പയറിൻ്റെയും ചീരയുടെയും ഒക്കെ തോട്ടത്തിലൊക്കെ കൊണ്ടുവന്ന് ഈ പൊടി ഇടാറുണ്ട്. അതൊരു കൂടുതൽ വിളവ് കിട്ടാൻ വേണ്ടിയിട്ട്, ഒരു ദേവിയുടെ അനുഗ്രഹത്തിന് വേണ്ടിയിട്ട് എന്നൊരു വിശ്വാസത്തിലാണത് ചെയ്യുന്നത്. ഈ പൊടി ഭക്തർക്ക് പ്രസാദമായിട്ട് കൊടുക്കുന്നു. അതിന് ശേഷമാണ് തീയാട്ട് അവതരിപ്പിക്കാൻ തുടങ്ങും. തീയാട്ടിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന വാദ്യം എന്ന് പറയുന്നത് ചെണ്ടയാണ്. ചെണ്ടയാണ് പ്രധാനമായിട്ട് വാദ്യോപകരണമായിട്ട് ഉപയോഗിക്കുന്നത്. ചെണ്ട അത് 2 തരത്തിലുള്ളതുണ്ട്, പറയും ചെണ്ടയും. ദേവിയായിട്ട് വേഷം ധരിച്ചിട്ടുള്ള തീയാട്ടുണ്ണി തീയാട്ട് നടക്കുന്ന മണ്ഡപത്തിൽ വരികയാണ്. അപ്പോൾ തീയാട്ട് മണ്ഡപത്തിൽ ഞാൻ മുമ്പ് കാണിച്ചതുപോലെ തന്നെ ഒരു നിലവിളക്ക് കൊളുത്തി വെച്ചിട്ടുണ്ട്. അതിന് ഭഗവാൻ ശ്രീ പരമേശ്വരനായിട്ടാണ് സങ്കല്പിക്കുന്നത്. അപ്പോൾ മകളായിട്ടുള്ള ശ്രീഭദ്രകാളി ദാരിക നിഗ്രഹത്തിന് ശേഷം വന്ന് അച്ഛനോട് കഥ പറയാണ്, യുദ്ധഭൂമിയിൽ ഇതൊക്കെയാണ് സംഭവിച്ചതെന്നൊക്കെ പറയാണ്. അപ്പോൾ ആ കഥയാണ് തീയാട്ടിൽ കാണിക്കുന്നത്.
അപ്പോൾ തീയാട്ടുണ്ണി വന്ന് തീയാട്ട് അവതരിപ്പിക്കാൻ തുടങ്ങുന്ന സമയത്തൊരു ധ്യാന ശ്ലോകമൊക്കെ ചൊല്ലി അതിനുശേഷം കിരീടം ധരിക്കും. കിരീടം ധരിച്ച് കിരീടത്തിൽ നിന്ന് മുടി നല്ലോണം വിടർത്തി ഭംഗിയായിട്ട് മുടിയൊക്കെ ഇട്ട്. മുടി 2 തരത്തിൽ വെക്കുന്നുണ്ട്. ഇപ്പം തന്നെ നമ്മൾ ഇന്ന് കാണുന്ന തീയാട്ടിൽ തന്നെ 2 തരത്തിൽ നമുക്ക് കാണാം. അപ്പോൾ തീയാട്ട് അവതരിപ്പിക്കുന്ന സമയത്താണ് കിരീടം ധരിക്കുക. അപ്പോൾ കിരീടം ധരിച്ചതിന് ശേഷം നല്ല രീതിയിൽ കിരീടം തലയിൽ ഉറപ്പിച്ച് വെച്ചതിന് ശേഷം കിരീടത്തിൽ ഒതുക്കി കെട്ടി വെച്ചിരിക്കുന്ന മുടി അഴിച്ച് വിടർത്തിയിട്ട് ദേവിയുടെ പൂർണ്ണഭാവത്തിലേക്ക് മാറുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ കിരീടമാണെങ്കിൽ തടിയിലാണ് കിരീടം ഉണ്ടാക്കുന്നത്. കിരീടത്തിൽ ഒരുപാട് അലങ്കാരങ്ങളും ദേവിയുടെ ഒരു മുഖവും കൊത്തി പണിതിട്ടുണ്ട്. തടിയിൽ പ്ലാവിൻ തടി ചെത്തിയാണ് ഈ ദേവി മുഖമൊക്കെ കൊത്തുപണി ചെയ്തെടുക്കുന്നത് എന്നുള്ളത് വളരെ കഷ്ടപ്പാടേറിയ ഒരുപാട് സമയമെടുത്ത് ചെയ്യുന്നൊരു ജോലി കൂടിയാണ്. ഒരുപാട് നിഷ്ഠയോടുകൂടി ചെയ്യുന്നൊരു ജോലി കൂടിയാണ്. ഒരു വലിയൊരു കരകൗശല വൈദഗ്ധ്യം കൂടി നമുക്ക് ഈ കിരീടത്തിൽ കാണാൻ വേണ്ടി സാധിക്കും. അതായത് കൊത്തുപണികളും നിറം കൊടുത്തതും അലങ്കാരം ചെയ്തതും ഒക്കെ ആയിട്ട് ഒരുപാട് പ്രത്യേകതകളുള്ള ഒരുപാട് ഭംഗിയുള്ള ഒരു കിരീടമാണ് തീയാട്ടിന് ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ മറ്റു ആഭരണങ്ങളായാലും എല്ലാത്തിനും വളരെ വളരെ യുണീക്ക് ആയിട്ടുള്ള ആഭരണങ്ങളാണ്. ഒരു കിരീടത്തിൽ വന്നിട്ട് കുരുത്തോല കൊണ്ടായിരിക്കും മുടി ചെയ്തിട്ടുണ്ടാവുക. 2 തരത്തിലും ചെയ്യുന്നുണ്ട്. അപ്പോൾ ചിലതിൽ കുരുത്തോല കൊണ്ട് ചെയ്യും, ചിലതിൽ കറുത്ത നിറത്തിലുള്ള നല്ല നൂലുകൾ വെച്ചിട്ട് മുടി ചെയ്യാറുണ്ട്. അപ്പം ഇത്തരത്തിൽ മുടി ധരിച്ചിട്ടാണ് ദേവീഭാവം പൂർണ്ണമായിട്ട് തീയാട്ട് അവതരിപ്പിക്കുന്ന കലാകാരനിലേക്ക് വരുന്നത്. ഈ മുടി ധരിക്കുമ്പോഴാണ് പൂർണ്ണമായി ദേവീഭാവത്തിലേക്ക് ആൾ മാറുന്നത്. അതിനുശേഷം ഉടവാളേന്തി യുദ്ധത്തിൻ്റെ ഗതിയൊക്കെ കാണിച്ച് അവതരിപ്പിച്ച് യുദ്ധത്തിൻ്റെ വിശദാംശങ്ങളൊക്കെ തൻ്റെ പിതാവിനെ ബോധിപ്പിക്കുന്നൊരു ഭാഗമാണ് തീയാട്ടിൽ അവതരിപ്പിക്കുന്നത്. അപ്പം നമുക്ക് തീയാട്ട് വിശദമായിട്ട് കാണാം.
ദേവിയുടെ തിരുമുടി ഉണ്ടല്ലോ, അതായത് ആ കിരീടം, ഈ തീയാട്ടുണ്ണിമാർ കിരീടം അഴിച്ച് ആ മുടി ഭക്തജനങ്ങളുടെ ആപാദചൂടം ഉഴിഞ്ഞ് അത് തൊഴുത് ദക്ഷിണ കാണിക്ക സമർപ്പിച്ച് കഴിയുമ്പോൾ എല്ലാ ദോഷങ്ങളും ദുരിതങ്ങളും ഭഗവതി തീർക്കും എന്നുള്ളതാണ് വിശ്വാസം. ഒഴിഞ്ഞതിന് ശേഷം ആളുകൾ മുടി തൊഴുത് അതിൽ ദക്ഷിണ സമർപ്പിക്കുകയാണ് ചെയ്യുന്നത്. അതോടുകൂടി തീയാട്ടിൻ്റെ ചടങ്ങുകൾ അവസാനിക്കുന്നു. അപ്പം അങ്ങനെയാണ് ഒരു തീയാട്ടിൻ്റെ മുഴുവൻ ചടങ്ങുകളും